നമ്മളെല്ലാം തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പലതരത്തിലുള്ള പണിഷ്മെന്റ്സ് അനുഭവിച്ചിട്ടുള്ളവരാണ് അല്ലേ. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മിക്കവാറും എല്ലാ ദിവസവും അടി ഉറപ്പായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ആൻസർ പേപ്പർ തരുമ്പോൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന്റെ ആൻസേഴ്സ് പറയാതിരുന്നാൽ, പിന്നെ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും സംസാരിച്ചാൽ എല്ലാം അടി ഉറപ്പായിരുന്നു. അപ്പം അടിയെന്ന് വെച്ചാൽ കാര്യം നല്ല നല്ല അടി തന്നെ ആയിരിക്കും കിട്ടുക. ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളിലാണ്. അവിടെ അടിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്, അടിക്കാത്ത ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല സ്കൂൾസിലും, എൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള മറ്റു പല സ്കൂൾസിലും അടിക്കുന്ന അധ്യാപകർ ഒരുപാടുണ്ടായിരുന്നു. എക്സാംസ് ഒക്കെ ആണെങ്കിൽ എക്സാംസ് കഴിഞ്ഞ് ആൻസർ ഷീറ്റ്സ് തരുമ്പോൾ അതിൽ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും അടിയായിരുന്നു പണിഷ്മെന്റ്. അപ്പോൾ അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ടീച്ചർ പേപ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ ഫെയിലായ കുട്ടികളോടൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളിൽ നിന്ന് ആയിരിക്കും ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയി വടിയെടുത്തോണ്ട് വരാൻ പറയുന്നത്. ചില ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ വലിയ നീളൻ വടിയുമായിട്ടാണ് വരുന്നത്. പക്ഷെ ചില ടീച്ചേഴ്സ് ഇങ്ങനെ കുട്ടികളെ വിട്ടാണ് വടിയെടുപ്പിക്കുന്നത്. അപ്പം എനിക്ക് അന്ന് നമുക്ക് അതിന്റെ ഒരു മാനസികാവസ്ഥയെ പറ്റി അന്ന് അത്ര ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അപ്പൊ ഈ അടി കിട്ടുന്ന ഉറപ്പായ കുട്ടികളാണ്, അതായത് ഫെയിലായ കുട്ടികളെയാണ് ഈ സ്റ്റാഫ് റൂമിലേക്ക് വടിയെടുക്കാനായിട്ട് വിടുന്നത്. അപ്പോൾ അവരാ വടിയെടുക്കാൻ പോകുമ്പോഴുള്ള അവരുടെ ഒരു മാനസിക നില എന്തായിരിക്കും എന്ന് ഞാനിപ്പോ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. കാരണം അവരെ അടിക്കാനുള്ള വടി എടുക്കാനായിട്ടാണ് അവരെ പറഞ്ഞു വിട്ടേക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത്രയൊക്കെ നമ്മൾക്ക് സ്കൂളിൽ അടി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പണിഷ്മെന്റ്സ് ഒക്കെ കിട്ടിയിരുന്നെങ്കിലും നമ്മളിൽ ആരും തന്നെ അങ്ങനെ വീട്ടിൽ പോയി ഒരു പരാതി പറയുകയോ അല്ലെങ്കിൽ അതൊരു കംപ്ലൈന്റ് ആയിട്ട് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ സ്കൂളിൽ അങ്ങനെ കംപ്ലൈന്റ്സ് അധികം വരാറില്ലായിരുന്നു. കാരണം ഇപ്പൊ നമ്മുടെ പാരന്റ്സിനോട് തന്നെ എനിക്ക് സ്കൂളിൽ അടി കിട്ടി എന്ന് പറഞ്ഞാൽ പാരന്റ്സ് അതിനെ ഒരു വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നും അന്ന് എടുക്കാറില്ലായിരുന്നു. നിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടിയത് നന്നായി, നിനക്ക് 2 കിട്ടേണ്ടതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് പാരന്റ്സ് നമുക്ക് മറുപടി തന്നിരുന്നത് അല്ലെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാലം മാറി, കുട്ടികൾ മാറി. ഇന്ന് പണിഷ്മെന്റ്സ് സ്കൂളിലൊക്കെ ഏതാണ്ട് ടോട്ടലി ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള പണിഷ്മെന്റ്സ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചിങ് മെത്തഡോളജീസ് മാറി, നമ്മള് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട സൈക്കോളജിക്കൽ അപ്രോച്ച് മാറി അല്ലെ. എല്ലാ കാര്യത്തിലും ഒരുപാട് മാറ്റം വന്നു. ഇന്ന് ശിക്ഷയുടെ കാലമല്ല, മറിച്ച് ഒരു അവബോധത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒക്കെ ഒരു കാലമാണ്. അവയർനെസ്, അതിന്റെ കാലമാണ് ഇന്ന്. അപ്പോൾ കാലം മാറിയതനുസരിച്ച് കുട്ടികളിൽ ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ തീർച്ചയായിട്ടും അവരെ കൈകാര്യം ചെയ്യുന്ന നമ്മളിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തിയല്ലേ പറ്റൂ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് വലിയ തരത്തിലുള്ള ശിക്ഷാവിധികളൊന്നും സ്കൂൾസിൽ അധികം ഇല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും മറ്റു പല മാധ്യമങ്ങൾ വഴിയും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പലയിടത്തും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പൊ നമുക്കിന്ന് ഈ പണിഷ്മെന്റിനെ പറ്റി തന്നെ സംസാരിച്ചാലോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പണിഷ്മെന്റ് ഇസ് നെവർ ആൻ ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് അഡ്വേഴ്സ് ഇഫക്ട്സ്. പണിഷ്മെന്റിന് കൂടുതലും വിപരീത ഫലങ്ങളാണ് ഉള്ളത്. നമ്മുടെ പല കുട്ടികളും ക്ലാസ്സിലായാലും വീട്ടിലായാലും പല സ്വഭാവ രീതികൾ കാണിക്കാറുണ്ട്. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവര് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കാറുണ്ട്, ക്ലാസ്സിൽ താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കാറുണ്ട്, അതല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയോടൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സബ്ജക്ട് മാറ്ററുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്ലാസിന്റെ ടോട്ടൽ ഡിസിപ്ലിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ചില കുട്ടികൾ ക്ലാസ്സിൽ പെരുമാറാറുണ്ട്. അതുപോലെ തന്നെയാണ് വീട്ടിലും അല്ലെ. വീട്ടിലും കുട്ടികൾ പലതരത്തിലുള്ള സ്വഭാവ രീതികൾ കാണിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ആയിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. അതേസമയം
പതിവിൽ നിന്നും വിപരീതമായി വ്യത്യസ്തമായി കുട്ടികൾ എന്തെങ്കിലും സ്വഭാവ രീതികൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാരൻസായി നമ്മൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. ഉദാഹരണത്തിന് കുട്ടികൾ കൂടുതൽ സമയം മുറി അടച്ചിരിക്കുക, അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, ആരുമായിട്ട് അധികം സംസാരിക്കാതിരിക്കുക, മൊബൈൽ ഫോൺ വളരെയധികം ഉപയോഗിക്കുക. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അവർ പെട്ടെന്ന് അവര് ആൻസൈറ്റി കാണിക്കുക, അതിൽ അക്ഷമയോടുകൂടി പെരുമാറുക, പിന്നെ പാരൻസിനോടും മറ്റ് ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ കുട്ടികൾ കാണിക്കുമ്പോൾ പാരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ കാണിക്കുന്ന സ്വഭാവ രീതികളെ നമുക്ക് മാനിഫെസ്റ്റഡ് ബിഹേവിയർ എന്ന് പറയാം. അപ്പോൾ ഈ മാനിഫെസ്റ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കുട്ടി അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെയോ ഒക്കെ ഒരു പ്രതിഫലനമാണ്, പുറമേ ഉള്ള ഒരു പ്രതിഫലനമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ, അതായത് മാനിഫെസ്റ്റഡ് ബിഹേവിയർ കുട്ടികൾ കാണിക്കുമ്പോൾ പാരൻസ് എന്നുള്ള നിലയിൽ അവരെ വഴക്ക് പറയാനായിരിക്കും നമുക്ക് ആദ്യം ഒരു ടെൻഡൻസി ഉണ്ടാവുക, അല്ലെ? പക്ഷേ കുട്ടിയെ നമ്മൾ വഴക്ക് പറയുമ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ നിശബ്ദരാകാം, സൈലന്റ് ആയേക്കാം. അതുപോലെ അവർ ഈ കാണിച്ചുകൊണ്ടിരുന്ന മാനിഫെസ്റ്റഡ് ബിഹേവിയർ ഒക്കെ അവര് കാണിക്കാതെ ഇരിക്കാം, അത് നിർത്തിയേക്കാം. പക്ഷേ അവരുടെ പ്രശ്നം പരിഹരിച്ചു എന്നതിന് അർത്ഥമില്ല. അവര് പണിഷ്മെന്റ് പേടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ശിക്ഷാവിധികൾ, നമ്മള് പാരൻസ് എന്തെങ്കിലും ശിക്ഷകൾ കൊടുക്കുമോ എന്ന് പേടിച്ച് അവരുടെ പ്രശ്നങ്ങൾ സപ്രസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നത് വഴി കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം, കുട്ടി അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്യാതെ പോവുകയാണ് ചെയ്തത്, അല്ലെ? അതായത് ആ കുട്ടിയുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിയില്ല. അവിടെയാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നതും നമ്മൾ കുട്ടികളുമായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് അവരുടെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ. കാരണം ഇപ്പം പാരൻസിൽ ആരെങ്കിലും ഒരാളെങ്കിലും, അച്ഛനോ അമ്മയോ എങ്കിലും കുട്ടികളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും സൗഹൃദപരമായിട്ടാണ് കുട്ടികളുമായിട്ട് ഇടപഴകുന്നതെങ്കിൽ അവർക്ക് അവിടെ അവരുടെ പ്രശ്നങ്ങൾ, അത് ചെറുതോ വലുതോ ആയാലും അവർക്കത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സ്പേസ് ഉണ്ടായാൽ കുട്ടിക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ എൻ്റെ പാരൻസ് ഉണ്ട്, എന്നെ മനസ്സിലാക്കാൻ എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ ഒപ്പം എൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത തന്നെ കുട്ടിയിൽ വളരെ നല്ല ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കും. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് വീട്ടിൽ ചെന്ന് പറഞ്ഞ് അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു ധാരണ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ, അത് ചിലപ്പോൾ നിസ്സാരമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. അത് എന്ത് തന്നെ ആയാലും നമുക്കതിനെ വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെക്കാനിസംസ് ഇന്ന് നമുക്ക് ഉണ്ട്. ഒരുവിധ എല്ലാ സ്കൂളുകളിലും തന്നെ കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വളരെ വിദഗ്ധരായിട്ടുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റുമാർ അവൈലബിൾ ആണ്. അവര് വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം തരികയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിയുടെ പ്രശ്നം അനുസരിച്ച്, അതിന്റെ രീതി അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ഏത് സഹായം വേണമെങ്കിലും നമുക്ക് തേടാവുന്നതാണ്. എ പ്രോബ്ലം വെൽ സ്റ്റേറ്റഡ് ഈസ് എ പ്രോബ്ലം ഹാഫ് സോൾവ്ഡ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് നമുക്ക് നമ്മുടെ പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം വളരെ നല്ല രീതിയിൽ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ, അപ്പോൾ തന്നെ അത് ആ പ്രശ്നം പകുതി പരിഹരിച്ചതുപോലെയാണ്, അല്ലെ? നമ്മുടെ കുട്ടികൾ പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അതായത് വളരെയധികം മാനസിക പിരിമുറുക്കം ഇന്നത്തെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാംസിന്, എൻട്രൻസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവരനുഭവിക്കുന്ന പ്രഷർ വളരെ വലുതാണ്. പാരൻസിന്റെ അടുത്ത് നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രഷർ വളരെ വലുതാണ്. ഇത്തരത്തിൽ ധാരാളം അനുഭവിക്കുന്ന ആ കുട്ടികളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം പണിഷ്മെന്റ്
എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാതെ നമ്മുടെ ഭാഗത്തു നിന്നും, അതായത് പാരൻസിന്റെ ഭാഗത്തു നിന്നും വളരെ സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ അനുഭാവപൂർണമായിട്ട് നമ്മൾ അതിനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും വേണ്ടത്. കാരണം ഓരോ പാരൻസിനും അവരുടെ മക്കൾ ഏറ്റവും വിലപ്പെട്ടതാണ്, പ്രഷ്യസ് ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്, ബൈ.